നമഃശിവായ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രദോഷവ്രതത്തെക്കുറിച്ചാണ്. എന്താണ് പ്രദോഷവ്രതം? എങ്ങനെയാണ് നാം പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത്? എന്തിനാണ് നാം പ്രദോഷവ്രതം ആചരിക്കുന്നത്? പ്രദോഷവ്രതത്തിൻ്റെ അനുഷ്ഠാന രീതികൾ എന്തെല്ലാമാണെന്നാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രദോഷവ്രതം എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവനും ദേവി പാർവതിക്കും വേണ്ടി ആചരിക്കുന്ന വ്രതമാണ്. ഓരോ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെയും ശുക്ലപക്ഷത്തിലെയും ത്രയോദശി ദിവസങ്ങളിലാണ് ഇത് ആചരിക്കുന്നത്. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശിവപാർവതിമാരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നും അതുവഴി ദോഷങ്ങൾ അകലുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നാം ഈ വ്രതം അനുഷ്ഠിക്കുന്നതെന്ന് ചോദിച്ചാലും ഉത്തരം ഇതുതന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം നമുക്ക് പറയാം, ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അതനുഷ്ഠിക്കുന്നവർക്ക് ഐശ്വര്യം, സന്തോഷം, ദാരിദ്ര്യ ദുഃഖശമനം, കീർത്തി, ശത്രുനാശം, സന്താനലബ്ധി, രോഗശാന്തി, ആയുസ്, ക്ഷേമം ഇവയെല്ലാം പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വ്രതാനുഷ്ഠാന രീതികൾ ഇപ്രകാരമാണ്. രാവിലെ പ്രഭാത സ്നാനത്തിന് ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മലേപനവും രുദ്രാക്ഷധാരണവും നടത്തിയ ശേഷം ശിവക്ഷേത്രം ദർശനം നടത്തുക. പകൽ ഉപവസിക്കുകയും ഭക്തിപൂർവ്വം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുകയും വേണം. ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുകയോ കൂവളത്തിലെ പുഷ്പങ്ങളോ ഫലങ്ങളോ സമർപ്പിക്കുകയോ ചെയ്യുക. ആ ദിവസം മുഴുവൻ ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവപുരാണം വായിക്കുകയും ചെയ്യുക. അവസാനം സ്നാനാന്തരത്തിന് ശേഷം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ശിവപൂജ നടത്തുകയും കൂവളമാല ചാർത്തി ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുക. ഈ സമയത്ത് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും വിശേഷമാണ്. അതിനുശേഷം പാരായണത്തോടുകൂടി വ്രതസമാപ്തി വരുത്താം. വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് പ്രസാദം കഴിക്കുക. പ്രധാന ദിവസങ്ങൾ ഏതൊക്കെയാണ് ഇതിനെന്ന് ചോദിച്ചാൽ, ഓരോ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെയും ശുക്ലപക്ഷത്തിലെയും ത്രയോദശി ദിവസങ്ങളെ കൂടാതെ ചില പ്രത്യേക ദിവസങ്ങളിൽ വരുന്ന പ്രദോഷവ്രതങ്ങൾക്ക് പ്രാധാന്യമേറെയാണ്. പ്രദോഷസന്ധ്യയിൽ ദേവി പാർവതിയെ പീഠത്തിൽ ആസനസ്ഥയാക്കിയിട്ട് ശിവഭഗവാൻ നൃത്തം ചെയ്യുകയാണ്. ഈ സമയത്ത് സകല ദേവതകളും സന്നിഹിതരായി ശിവഭഗവാനെ ഭജിക്കുന്നു എന്നാണ് പ്രദോഷവ്രതത്തെപ്പറ്റിയുള്ളൊരു വിശ്വാസം. ഈ ദിനത്തിൽ വിധിപ്രകാരം വ്രതമനുഷ്ഠിക്കുന്നത് മൂലം സകല പാപങ്ങളും നശിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശിവപാർവതിമാർ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന ഒരു പ്രദോഷസന്ധ്യയിൽ ശിവഭജനം നടത്തുന്നത് അഭീഷ്ടസിദ്ധിക്ക് വിധിവിശേഷമാണ്. ഈ സന്ധ്യയിൽ സകല ദേവതകളുടെയും സാന്നിധ്യം ശിവപൂജയിൽ നടത്തുന്നിടത്തുണ്ട്. അതിനാൽ ഈ സമയത്തെ ആരാധനയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും കൂടി വരുന്ന പ്രദോഷത്തിന് അതിവിശിഷ്ടമാണ്. അതേപോലെ തിങ്കളാഴ്ച വരുന്ന സോമപ്രദോഷത്തിനും വൈശിഷ്ട്യമേറും. സമ്പത്ത്, ഐശ്വര്യം, സന്താന സൗഖ്യം തുടങ്ങിയ ഭൗമികപരമായ എല്ലാ അഭിവൃദ്ധിയും നൽകുന്ന വ്രതമാണ് ഈ പ്രദോഷവ്രതം. പ്രദോഷത്തെപ്പറ്റിയ ഒരു വിശ്വാസം എന്തെന്നാൽ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും ചേർന്ന് അമൃതനായി പാലാഴി എന്ന മഹാസമുദ്രം കടയുകയും സർവ്വദേവന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു അത് നടന്നിരുന്നത്. പാലാഴി കടഞ്ഞ് അമൃതം നേടാനായെങ്കിലും ഇതിനിടെ വേദന കൊണ്ട് പുളഞ്ഞ വാസുകി അതിനിടെ വിഷം ഛർദ്ദിക്കാൻ ഒരുങ്ങിയത് ഏവരെയും ഭയകുലരാക്കി. ഏവരും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ശിവഭഗവാനെ ധ്യാനിച്ചു. ലോകത്തിലെ സർവ്വ ചരാചരങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന ഒന്നായിരുന്നു ആ വിഷം. ലോകത്തിൻ്റെ നന്മ ആഗ്രഹിച്ച് ശിവഭഗവാൻ കൊടിയ വിഷം കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങി ഭക്ഷിച്ചു എന്നാണ് വിശ്വാസം. വാസുകിയിൽ നിന്ന് പുറത്തു വന്ന ആ വിഷം ഭഗവാനെ പോലും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണെന്നറിഞ്ഞ പാർവതീദേവി വിഷം ഭഗവാന്റെ ഉള്ളിൽ ഇറങ്ങാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ശക്തിയായി പിടിച്ചു. അങ്ങനെ ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ വെച്ച് കട്ടയായെന്നും അതോടെ ഭഗവാന്റെ കണ്ഠം നീല നിറമായുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഭഗവാൻ ലോകരക്ഷ എന്ന കർമ്മം സ്വന്തം രക്ഷ മറന്നും ചെയ്തു എന്നാണ് വിശ്വാസം. അതിനുശേഷം ഭഗവാൻ തൻ്റെ വാഹനമായ നന്ദിയുടെ തലയിൽ കയറി നിന്ന് ആനന്ദ നൃത്തമാടി. ഇതൊരു പ്രദോഷ ദിവസമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം തിരുനീലകണ്ഠം എന്ന മന്ത്രം ഉച്ചരിച്ച് വ്രതമെടുത്താൽ നിഷേധാത്മകമായ ചിന്തകൾ മാറി സ്വന്തം കർമ്മം ചെയ്യാനുള്ള ശക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. പ്രദോഷവ്രതത്തിൽ ഉപവസിക്കുന്നതിന് 2 വ്യത്യസ്ത രീതികളാണുള്ളത്. ആദ്യത്തെ രീതിയിൽ ഭക്തർ ദിവസം മുഴുവൻ കർക്കശമായ നിയമങ്ങൾ പാലിക്കുകയും, അതായത് 24 മണിക്കൂറും അതിൽ രാത്രിയിൽ ജാഗ്രത കൂടുതൽ പാലിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രീതിയിൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം നിരീക്ഷിക്കപ്പെടുന്നു. വൈകുന്നേരം ശിവഭഗവാനെ ആരാധിച്ചതിനു ശേഷം ഉപവാസം തീർക്കുന്നു. ഈ പ്രദോഷവ്രതത്തിൽ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ഓം നമഃശിവായ എന്ന മന്ത്രമാണ്. പിന്നെ ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം,
മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ നമുക്ക് ചൊല്ലാം. അതോടൊപ്പം തന്നെ വ്രതമെടുക്കുന്ന ദിവസം ലളിതമായി ആഹാരം കഴിക്കുക, പരമാവധി ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവനെ പ്രാർത്ഥിക്കുകയും ഭക്തിയോട് ആരാധിക്കുകയും ചെയ്യുക. എത്രത്തോളം ഭഗവാനിൽ അടുക്കാൻ പറ്റുമോ അത്രത്തോളം ഭഗവാനിൽ അടുക്കുക. ഈ ലളിതമായ ആചാരങ്ങളെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടും വിശുദ്ധിയോടും പിന്തുടരുന്നതിലൂടെ ഭക്തർക്ക് ശിവനെയും പാർവതീദേവിയും എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താനും അവരുടെ ആഗ്രഹങ്ങൾ നേടാനും കഴിയും. പ്രദോഷവ്രതവുമായി ബന്ധപ്പെട്ട് ജപിക്കാവുന്ന ഒരു പ്രധാന മന്ത്രം ജയദേവ ജഗന്നാഥ ജയ ശങ്കര ശാശ്വത എന്ന് തുടങ്ങുന്നതാണ്. ഈ മന്ത്രം ശിവനെ സ്തുതിക്കുന്നതിനും എല്ലാ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഐശ്വര്യം, സന്തോഷം എന്നിവ പ്രദാനം ചെയ്യുന്നതുമാണ്. ആ മന്ത്രം ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.